ഗൈസ്, ഇവിടെ ഇപ്പൊ ഷിൻചാൻ നമ്മളെ വിളിച്ചേക്കാ. എടാ ഷിൻചാനെ, എന്താ വിളിച്ചേ? എന്താ കാര്യം? ആ ഫ്രാങ്ക്ലിനാ, അണ്ണൻ വന്നാ? അണ്ണ അതെ, ഇത് നോക്കിയേ, ഇവിടെ എന്തൊരു സംഭവം ഉണ്ടല്ലോ. എന്താ ഷിൻചാനെ, എന്താ സംഭവം? ഒരു മിനിറ്റ്, ഇതെന്തത്? ഇതെന്തോ ഡോറാണല്ലോ. ഇതെന്തോ ഗ്യാരേജിന്റെ ഡോറാ. എനിക്ക് തോന്നണതേ ഈ ഭാഗത്ത് വല്ല സീക്രട്ട് ഗ്യാരേജ് ഉണ്ടാവുന്ന. ഈ ഡോർ ഇപ്പൊ എങ്ങനെ തുറക്ക? ഈ ഡോറിന്റെ താക്കോല് എന്റെ കയ്യിലില്ലേ? ഇത് പിന്നെ മരത്തിന്റെ ഡോറാ. ഇത് ചവിട്ടി വിളിക്കാൻ പറ്റുമോ? ഏയ്, ചവിട്ടി പൊളിക്കാൻ പറ്റില്ല. അതിപ്പോ അത്ര എളുപ്പല്ല. എന്തപ്പോ ചെയ്യാ? ഈ ഡോർ എങ്ങനെ ഓപ്പൺ ആക്കാ? അണ്ണാ, ഒരു കാര്യം ചെയ്യ്, അത് നമ്മളേക്ക് RPG വിട്. ഇത് പിന്നെ മരത്തിന്റെ ഡോറല്ലേ, ഇതിന് അധികം ബലമൊന്നും ഉണ്ടാവില്ല. RPG വിട്ട് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഏ, RPG വിടാനാ? എടാ ഷിൻചാനെ, നീ എന്താ ഈ പറയണ്? RPG വിട്ടാലേ ഈ ഡോർ മാത്രല്ല, ഈ വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അതിപ്പോ ഏതായാലും വേണ്ട. ഈ ഡോർ ഇപ്പൊ ഇങ്ങനെ അൺലോക്ക് ആക്കാ? എനിക്ക് തോന്നണതേ നമുക്ക് വല്ല ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്ന. ഈ ഭാഗത്ത് വല്ല പേപ്പർ ഉണ്ടാ? ഇവിടെ എവിടെയെങ്കിലും പേപ്പർ ഉണ്ടാവും. ആടെ ഷിൻചാനെ, ഇവിടെ ഒരു പേപ്പർ ഉണ്ട്. ഈ പേപ്പറിൽ മിക്കവാറും ടാസ്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്കപ്പോ അതൊക്കെ നോക്കി നോക്കാം. ഇതിലിപ്പോ എന്താ പറഞ്ഞേക്കണ്? ലാൻഡ് ആൻഡ് എയർബസ് A320 എബോവ് നേവി ഷിപ്പ്. രണ്ടാമത്തെ ടാസ്ക്, ജമ്പ് യുവർ ബൈക്ക് ഫ്രം മേസ് ബാങ്ക് ബിൽഡിംഗ് ആൻഡ് ലാൻഡ് ഓൺ ഇറ്റ്. മൂന്നാമത്തെ ടാസ്ക്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതിൽ രണ്ടാമത്തെ ടാസ്ക് എനിക്ക് മനസ്സിലായി. നമുക്ക് മേസ് ബാങ്കിന്റെ മേലെ താഴത്തേക്ക് ചാടണം. താഴത്ത് സേഫായിട്ട് ലാൻഡ് ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത്. ആദ്യത്തെ ടാസ്ക് എന്താണാവോ? എയർബസ് A320. അതും നേവി ഷിപ്പിന്റെ മേലെ ലാൻഡ് ചെയ്യണം. എയർബസ് A320, അതെന്താ സംഭവം? പ്ലെയിൻ ആണോ? കാരണം നേവി ഷിപ്പിന്റെ മേലെ ലാൻഡ് ചെയ്യാൻ പറയണ്ടേ. എനിക്ക് തോന്നണത് അത് പ്ലെയിൻ ആവുന്ന. ആ ഫ്രാങ്ക്ലിനാ, എയർബസ് ഒരു പ്ലെയിൻ്റെ കമ്പനിയാ. അണ്ണൻ ബോയിങ് എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ എയർബസും. എയർബസ് A320. അണ്ണാ, നമ്മുടെ എയർ ഇന്ത്യ ഇൻഡിഗോ ആ പ്ലെയിനുകളൊക്കെ എയർബസ് ആണ്. നമുക്ക് അങ്ങനത്തെ ഒരു പ്ലെയിനാണ് ആ നേവിയുടെ ഷിപ്പിൽ ലാൻഡ് ചെയ്യണ്ടേ. അതാണ് ആ ടാസ്കിൽ പറഞ്ഞേക്കണത്. എടാ ഷിൻചാനെ, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണല്ലോ. ഈ എയർ ഇന്ത്യ, ഇൻഡിഗോ, ഇതൊക്കെ വലിയ സൈസ് പ്ലെയിനാ. ആ നേവിയുടെ ഷിപ്പില്ലേ, അതിന് അധികം വലുപ്പമൊന്നുമില്ല. ആ നേവിയുടെ ഷിപ്പിൽ ഒരു ചെറിയ റൺവേ ഉണ്ടാവും. ആ ചെറിയ റൺവേയിൽ വേണം ആ വലിയ പ്ലെയിന് ലാൻഡ് ചെയ്യാൻ. സംഭവം പാട് പിടിച്ച ടാസ്ക് ആണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ട്രൈ ചെയ്യാം. അല്ലണ്ണ, നമ്മുടെ ലോസ് ആൻഡോസില് എയർബസിന്റെ പ്ലെയിൻ ഉണ്ടാ? ഇവിടെ മിക്ക പ്ലെയിനും ബോയിങ്ങിന്റെ ആണ്. എടാ ഷിൻചാനെ, എയർബസ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടാ? എയർബസ് ലോസ് ആൻഡോസിൽ അധികം ഇല്ലേ? ഇവിടെ മിക്ക പ്ലെയിനുകളും ബോയിങ്ങിൻ്റെയാ. എന്നാലും നോക്കി നോക്കാം. ഏതെങ്കിലും ഒരു പ്ലെയിന് എയർബസിന്റെ ഉണ്ടാവും. Meanwhile, ഓക്കെ, നമ്മളങ്ങനെ ലോസ് ആൻഡോസ് എയർപോർട്ടിൽ വന്നേക്കാ. ഇവിടെ പിന്നെ എയർപോർട്ടിൽ ഇഷ്ടം പോലെ പ്ലെയിൻ ഉണ്ട്. അവിടെ ഒരു മഞ്ഞ പ്ലെയിൻ ഉണ്ട്. അത് ബോയിങ്ങിൻ്റെ തോന്നുന്നുണ്ട്. ഇതിലിപ്പോ ഏതാ ബോയിങ്, ഏതാ എയർബസ്? അതിപ്പോ എങ്ങനെ തിരിച്ചറിയാ? അണ്ണാ, അങ്ങോട്ടേക്ക് നോക്കിയേ, അവിടെ ഒരു എയർ ഇന്ത്യയുടെ പ്ലെയിൻ ഉണ്ട്. ഇത് എയർബസിന്റെ പ്ലെയിനാ, അത് ഉറപ്പാണ്. ആണോ? ഇത് എയർബസിന്റെ പ്ലെയിൻ ആണോ? എന്നാ ശരി, നമുക്കപ്പോ ഈ പ്ലെയിൻ അങ്ങ് എടുക്കാം. ഈ പ്ലെയിനിൽ ആൾക്കാരുണ്ടാ? ഏയ്, ഈ പ്ലെയിനിലിപ്പോ ആൾക്കാരൊന്നുമില്ല. ഈ പ്ലെയിന് ഫുള്ള് കാലിയാ. എടാ ഷിൻചാനെ, വേഗം വായോ, വന്ന് വണ്ടിയിൽ കയറ്. ഇനിയിപ്പോൾ നമുക്കേ ഈ പ്ലെയിൻ അങ്ങ് ടേക്ക് ഓഫ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ പ്ലെയിനൊക്കെ ടേക്ക് ഓഫ് ചെയ്തേക്കാണ്. ഇനി നമുക്കേ ആ നേവിയുടെ ഷിപ്പില്ലേ, അത് എവിടെയെന്ന് കണ്ടുപിടിക്കണം. നേവിയുടെ ഷിപ്പ് ഇവിടെ അടുത്ത് എവിടെ ഉണ്ടായിരുന്നു കേട്ടാ? എവിടെ ഉള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു മിനിറ്റ്, അവിടെ മുമ്പിൽ ഒരു ഷിപ്പ് ഉണ്ട്. അതാണ് നേവിയുടെ ഷിപ്പ്. നമുക്ക് ആ ഷിപ്പിന്റെ മേലെയാ ലാൻഡ് ചെയ്യണ്ടേ. അണ്ണാ, അതൊരു ചെറിയ ഷിപ്പാണല്ലോ. ഈ പ്ലെയിനൊക്കെ അതിന് മേലെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇത് വലിയൊരു പ്ലെയിനാണ്. ആടെ ഷിൻചാനെ, ഇതൊക്കെ ലാൻഡ് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
എന്നിട്ടേലും നോക്കി നോക്കാം. എടാ ഷിൻചാനെ, ഇത് നോക്കിയേ. ആ ഷിപ്പിൽ ചെറിയൊരു റൺവേ ഉണ്ട്. ഞാനപ്പോ ലാൻഡ് ചെയ്യാൻ പോവാ. ലെറ്റ്സ് ഗോ. സേഫ് ലാൻഡിങ്. ഇതെന്തത്? ഇതിന്റെ ബ്രേക്ക് എവിടെയാ? എടാ ഷിൻചാനെ, ഇതിന്റെ ബ്രേക്ക് എവിടെയാ? വണ്ടി നിക്കണില്ല. അയ്യോ, ഇതിപ്പോ വെള്ളത്തിൽ പോവല്ലോ. ജസ്റ്റ് മിസ്ട്ടാ. ഇപ്പൊ തന്നെ വെള്ളത്തിൽ പോയേനെ. ഇതിന്റെ ബ്രേക്ക് ഒക്കെ ലൂസാന്ന് തോന്നുന്നുണ്ട്. അണ്ണാ, എന്തിട്ടായാലും നമ്മൾ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കേ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇവിടുന്ന് പോവാം. ഈ പ്ലെയിനിൽ തന്നെ തിരിച്ചു പോവാം. ആടെ ഷിൻചാനെ, നമുക്കിനി ഇവിടുന്ന് പോവാം. ഈ പ്ലെയിനിൽ തന്നെ തിരിച്ചു പോവാം. ഇത് പിന്നെ നേവിയുടെ ഷിപ്പാ. ഇവിടെ ഫൈറ്റർ ജെറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അവർക്ക് ടേക്ക് ഓഫ് ചെയ്യാനാണ് ആ ചെറിയ റൺവേ പണിതേക്കണ്. ഇപ്രാവശ്യം എന്താണാവോ, അവിടെ ഫൈറ്റർ ജെറ്റ് ഒന്നും ഇല്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാം. ഫ്രാങ്ക്ലിനാ, നമുക്കിനി രണ്ടാമത്തെ ടാസ്ക് ചെയ്യണ്ടേ? അതിലെന്താ പറഞ്ഞേ? മെയ്സ് ബാങ്കിന്റെ ബിൽഡിങ്ങിന്റെ മേലെന്ന് ചാടാനാ? ആടെ ഷിൻചാനെ, മെയ്സ് ബാങ്കിന്റെ ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ മേലെന്ന് താഴത്തേക്ക് ചാടണം. അതും ഒരു ബൈക്ക് ഉപയോഗിച്ച്. ആ ബൈക്കിൽ നിന്ന് വീഴാൻ പാടില്ല കേട്ടാ. സേഫായിട്ട് ലാൻഡ് ചെയ്യണം. എന്നാലേ ആ ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. എന്നിട്ടായാലും നോക്കി നോക്കാം. നമുക്കത് ട്രൈ ചെയ്യാം. അല്ല ഷിൻചാനെ, അതിൽ മൂന്നാമത്തെ ഒരു ടാസ്ക് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എടാ ഷിൻചാനെ, ഒരു കാര്യം ചെയ്യ്. മൂന്നാമത്തെ ടാസ്ക് നീ ചെയ്. ആണോ? എന്നാ ശരി ഗൈസ്, ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരുക്കി സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യാ. ഇവിടെ ഇങ്ങനെ മൂന്നാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. അത് പിന്നെ ഒരു സിമ്പിൾ ടാസ്ക് ആണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ മാത്രം ചെയ്താൽ മതി. അതും കൂടി കഴിഞ്ഞ് നമുക്ക് ആ ഡോർ അൺലോക്ക് ചെയ്യാൻ പറ്റും. A few moments later. ഓക്കെ, നമ്മളങ്ങനെ മെയ്സ് ബാങ്ക് ബിൽഡിങ്ങിന്റെ മേലേക്ക് വന്നേക്കാ. ഇനിയിപ്പോ നമുക്കേ താഴത്തേക്ക് ചാടാം. ഷിൻചാനെ പിടിച്ചിരുന്നോ? ലെറ്റ്സ് ഗോ. നമ്മളപ്പോ അടിയിലേക്ക് പോവാണ്. ഷിൻചാനാണെങ്കിൽ ഹെൽമെറ്റ് പോലും വെച്ചില്ല. ഓക്കെ, സേഫ് ലാൻഡിങ്. ഒരു കുഴപ്പമില്ല. ബൈക്കിൽ നിന്ന് വീണാലേ പണിപ്പാളേ. ഇപ്രാവശ്യം ബൈക്കിൽ നിന്ന് വീണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ രണ്ടാമത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി. നമ്മളപ്പോൾ 3 ടാസ്ക് കംപ്ലീറ്റ് ആക്കി. ഇനി ആ ഗ്യാരേജിന്റെ ഡോറില്ലേ, അത് അൺലോക്ക് ആയിണ്ടാവും. അൺലോക്ക് ആയിണ്ടാവും എന്ന് വിചാരിക്കണു. 20 minutes later. ഫ്രാങ്ക്ലിനാ, എന്തായി? ആ ഡോർ അൺലോക്ക് ചെയ്യാ? ഒരു മിനിറ്റ്, ഞാൻ നോക്കി നോക്കട്ടെ. ആടെ ഷിൻചാനെ, ഈ ഡോർ അൺലോക്ക് ആയി. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അകത്ത് കയറാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ അകത്തേക്ക് കയറിയേക്കാണ്. ഇവിടെ ഷിൻചാനെ, ഇതെന്തത്? ഇവിടെ വലിയൊരു ഗ്യാരേജ് ആണല്ലോ. ഒരു മിനിറ്റ്, ഇത് ഏതാ കാറ്? ഈ കാറ് നല്ലോണം തിളങ്ങുന്നുണ്ട്. ലൈറ്റൊക്കെ എൻ്റെ കണ്ണിൽ കടിക്കുക. എന്നാലും ഇത് ഏതാ വണ്ടി? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു വണ്ടി കാണണേ. ബാറ്റ്മാൻ്റെ വണ്ടിയാണോ? കണ്ടിട്ട് അതേപോലെ തോന്നുന്നുണ്ട്. എടാ ഷിൻചാനെ, വന്ന് വണ്ടിയിൽ കയറ്. നമുക്കിതൊന്ന് പുറത്തേക്ക് ഇറക്കാം. ഇത് ഏതാ കളറ്? ബ്ലാക്ക് ആണോ? ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ വണ്ടിയിൽ പിന്നെ വെപ്പൺസും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വെപ്പൺസ് ഫയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ പുറത്തേക്ക് ഇറക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഗ്യാരേജിൻ്റെ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങണം. അതിപ്പോൾ എങ്ങനെ ഇറങ്ങാ? ഇത് തന്നെ പോകാൻ പറ്റുമോ? അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? ഈ വണ്ടിയിൽ ബൂസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടാ. നമ്മൾ വീട്ടിൽ നിന്ന് തെറിച്ച് പോയി. ഓക്കെ, സേഫ് ലാൻഡിങ്. ചെറുതായിട്ട് ഒന്ന് ഇടിച്ചിട്ടുണ്ട്. പക്ഷേ സ്ക്രാച്ച് ഒന്നും വന്നില്ല. എടാ ഷിൻചാനെ, ഇത് ഡയമണ്ടിൻ്റെ കാറാ. ഞാൻ ആദ്യം വിചാരിച്ചു ബ്ലാക്ക് ആന്ന്, പക്ഷെ ഇത് ഡയമണ്ടാണ്. അതിൻ്റെയാണ് ഈ തിളക്കം. എന്നിട്ടതിനും കൊള്ളാം കേട്ടാ. ഈ കാർ നൈസായിട്ടുണ്ട്. ഇതിലത്തെ ബൂസ്റ്ററും ഒരു രക്ഷയില്ല. വണ്ടി നല്ല സ്പീഡിൽ പോവണ്ടേ. ഈ കാറ് പിന്നെ എനിക്ക് ഇഷ്ടമായി. ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഇന്ന് പിന്നെ എന്താണാവോ, ലോസ് ആൻഡോസിൽ അധികം വണ്ടികളൊന്നും കാണാനില്ലേ. അല്ലെങ്കിൽ എല്ലാത്തിനും ഇടിച്ച് തെറിപ്പിക്കായിരുന്നു. ഈ കാറിന് ഭയങ്കര പവറാ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.